അങ്ങനെ 2026 എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് ഈ വർഷത്തെ എൻ്റെ അവസാനത്തെ വ്ലോഗാണ്. ഈ വർഷത്തെ പറ്റി പറയുകയാണെങ്കിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അതിലുപരി ദുഃഖങ്ങളും അതുപോലെ തന്നെ കുറേ വേർപാടുകളും പുതിയ പുതിയ കൂടിച്ചേരുകളും നടന്ന ഒരു വർഷമായിരുന്നു എനിക്കിത്. സത്യം പറഞ്ഞാൽ എന്നെ സെൽഫ് റെസ്പെക്റ്റ് എന്താണെന്ന് പഠിപ്പിച്ചൊരു വർഷം. അപ്പോൾ ഗൈസ്, എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് വാല്യൂ തരുന്നവർക്ക് മാത്രം വാല്യൂ കൊടുക്കുക, അല്ലാത്തവരെ അങ്ങ് അവോയ്ഡ് ചെയ്ത് വിടുക ഗൈസ്. അപ്പോൾ ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഈ 2026 ഒരു അടിപൊളി വർഷമായിരിക്കട്ടെ എന്ന് എല്ലാവരും ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് നമ്മുടെ സ്വന്തം ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ്. എന്തിനാണെന്നല്ലേ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എനിക്ക് മുടിക്ക് നല്ല പണി കിട്ടിയിരിക്കുകയാണെന്ന്. അതുകൊണ്ട് അതൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. സോ എൻ്റെ ഭാഗ്യം കൊണ്ടാണോ ഡെർമറ്റോളജിൻ്റെ ഭാഗ്യം കൊണ്ടാണെന്ന് അറിയത്തില്ല ഗൈസ്, ഇന്ന് ഡെർമറ്റോളജിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ജനറൽ ഒപിക്ക് ടോക്കൺ എടുത്തു. എൻ്റെ ടോക്കൺ നമ്പർ 155 ആയിരുന്നു. ഞാൻ ചെന്നപ്പോൾ അവിടെ വെറും 91 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അനൗൺസ് ചെയ്തു, ഡോക്ടറെ കാണണമെങ്കിൽ എല്ലാവരും മാസ്ക് വെക്കണമെന്ന്. അതുകൊണ്ട് നേരെ കടയിൽ പോയി മാസ്ക് വാങ്ങിച്ചു ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണം, അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകാനായിട്ട്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ 3 മണിക്കൂർ എങ്ങനെ കളയുമെന്ന് നോക്കിയപ്പോൾ നമ്മൾ നേരെ പോയത് എസ്.എമ്മിലേക്ക്. അങ്ങനെ ഗൈസ്, എസ്.എമ്മിൽ ഇങ്ങനെ കയറി നോക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പുതിയ കളക്ഷൻസ് ഇപ്പോൾ പൊട്ടിച്ചതുള്ളായിരുന്നു. ഞാൻ കയറി ചെന്നപ്പോൾ പുതിയ പുത്തൻ ടീഷർട്ടിൻ്റെയും ഷർട്ടിൻ്റെയും കുറേ കളക്ഷൻ കണ്ടു ഗൈസ്. എൻ്റെ കണ്ണ് വിശ്രമിച്ചു പോയി. സോ ഗൈസ്, ആരെങ്കിലും ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കോളൂ. പെട്ടെന്ന് നല്ല ന്യൂ കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഗൈസ്, ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഗൈസ്. അപ്പോൾ എന്താ അല്ലേ, അത് കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ നമ്മൾ സക്സസ്ഫുള്ളി വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ ലാബ് മേളയ്ക്കകത്തോട്ട് പോയി ഗൈസ്. അപ്പോഴത്തേക്കിനും എന്താ പറയുക 19 മുതൽ അവിടെ ഭരണി അവൈലബിൾ ആണ് ഗൈസ്. അപ്പോൾ നല്ല ക്യൂട്ട് പൂക്കി ഭരണീസൊക്കെ അവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്താ അല്ലേ, അത് കഴിഞ്ഞപ്പോൾ 2 മണിക്കൂർ നമ്മൾ വേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അയ്യോ, ഇനി 1 മണിക്കൂർ കൂടെ. അപ്പോൾ നമുക്ക് വിശന്നു ഗൈസ്. അപ്പോൾ വിശന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു ബിരിയാണി വാങ്ങിച്ചു. അപ്പോൾ ബിരിയാണി വാങ്ങിച്ചത് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റുന്ന രംഗമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്ലേറ്റിലേക്ക് എല്ലാം മാറ്റി നമ്മൾ പപ്പടെല്ലാം പൊടിച്ച് നമ്മളങ്ങനെ കഴിക്കുകയാണ് ഗൈസ്. ആരും കൊതി വെക്കില്ല കേട്ടോ, ഇപ്പോഴേ പറഞ്ഞേക്കാം. ഓക്കെ, അങ്ങനെ ഇതാണ്. ഇപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 2.5 മണിക്കൂറെല്ലാം കഴിഞ്ഞ് പോയി നോക്കിയപ്പോഴത്തേക്കിനും നമ്മുടെ റിസൾട്ട് ആണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഡോക്ടറെല്ലാം കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോനെ നിനക്ക് വിറ്റമിൻ ഡി ഭയങ്കര കുറവാണ്, നമുക്ക് 30 വേണം, നിനക്ക് 15.29 ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് മെഡിസിനൊക്കെ തരാം, നന്നായിട്ട് നല്ലതായിട്ട് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ബൈ ഗൈസ്.